സ്വാശ്രയ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന സമരം വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനോ സമൂഹത്തിനോ വേണ്ടിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ സാഹചര്യം മനസ്സിലാക്കി സഹകരിക്കുകയാണ് വേണ്ടത് എന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കൊച്ചിയിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ സമരവേദിയിലേക്കൊന്നും ഗ്രനേഡ് ഉപയോഗിക്കാൻ പോലീസ് തയ്യാറാകില്ല. അങ്ങനെ തയ്യാറാകുന്ന ഒരു നിലയല്ല പോലീസ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ പരിക്ക് പറ്റിയ നിരവധി പോലീസുകാർ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പ്രകോപനപരമായ ഒരു നിലപാടും പോലീസ് സ്വീകരിക്കാൻ പാടില്ല എന്ന സമീപനം തന്നെയാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. പ്രകോപനം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഷിക്കുപ്പിയുടെ പ്രശ്നം അടക്കം വന്നത്. ഇതൊന്നും സാധാരണ സമരരംഗത്ത് കാണാത്തതാണല്ലോ. തനിക്കെതിരെ കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാണിച്ചത് ചില ചാനലുകാർ കൊണ്ടുവന്ന ആൾക്കാർ തന്നെയാണെന്ന് പിണറായി വിജയൻ. മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കൊച്ചിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്ലാൻ ചെയ്താണ് എന്ന് എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ ഈ ചാനലുകാർ, ആ വന്ന ചാനലുകാർ സംഘടിപ്പിച്ചവരായിരിക്കും അവർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സംഭവിച്ചത്. നിങ്ങൾ ആ പണിയുള്ളവരല്ലേ? നിങ്ങളെന്താ ആദ്യമായിട്ട് ചെയ്യുന്ന ആ പണി? നിങ്ങൾ ഇതിനു മുമ്പിൽ ചെയ്തിട്ടില്ലേ? നിങ്ങള് ആളുകളെ കൂട്ടിപ്പോയി പിന്നെ ചുമരിന്റെ മേലെ പോസ്റ്റർ ഒട്ടിപ്പിച്ച് എന്നിട്ട് പിടിച്ച കഥകളില്ലേ? അങ്ങനെ എന്തെല്ലാം കഥകൾ നമ്മൾ തമ്മിലുണ്ട്. അത് വേറെ. സ്വാശ്രയ പ്രശ്നത്തിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താലിന് UDF ആഹ്വാനം ചെയ്തു. UDF യോഗത്തിലാണ് തീരുമാനം. മുൻപൊന്നും ഇല്ലാത്ത വിധം ക്രൂരമായാണ് പോലീസ് വിദ്യാർത്ഥികളെ നേരിട്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഒരു കാലത്തും വിദ്യാർത്ഥി യുവജന സമരങ്ങളോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഭീകരമായ മർദ്ദനമാണ് പോലീസ് അഴിച്ചുവിട്ടത്. സാധാരണഗതിയിൽ ഹർത്താലിൽ UDFന്റെ ഇരട്ടത്താപ്പ്. UDF സർക്കാരിന്റെ കാലത്ത് ഹർത്താൽ നിയന്ത്രണ ബിൽ കൊണ്ടുവന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇന്ന് UDFന്റെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. 3 ദിവസം മുൻപ് ഹർത്താൽ പ്രഖ്യാപിക്കണം എന്നും അതിനു മുൻപ് നഷ്ടപരിഹാര തുക കെട്ടിവയ്ക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ബില്ലിനെ പ്രകീർത്തിച്ച് KPCC വെബ്സൈറ്റിൽ ലേഖനം ഇപ്പോഴുമുണ്ട്. 2015 നവംബറിലാണ് ഹർത്താൽ നിയന്ത്രണ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ UDF സർക്കാർ തീരുമാനിച്ചത്. ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ബിൽ തയ്യാറാക്കുകയും ചെയ്തു. ബില്ലിനെക്കുറിച്ച് KPCCയുടെ വെബ്സൈറ്റിൽ രമേശ് ചെന്നിത്തല ലേഖനവും എഴുതി. തന്റെ ഫേസ്ബുക്കിലും ബില്ലിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല എഴുതിയിരുന്നു. 3 ദിവസം മുൻപ് മാധ്യമങ്ങളിലൂടെ ഹർത്താൽ നടത്തുന്ന കാര്യം ജനങ്ങളെ അറിയിക്കണമെന്നാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തത്. എന്നാൽ രമേശ് ചെന്നിത്തല ഹർത്താൽ പ്രഖ്യാപിച്ചത് തലേ ദിവസം മാത്രം. ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിശ്ചിത തുക കെട്ടിവയ്ക്കണം എന്നായിരുന്നു മറ്റൊരു വ്യവസ്ഥ. നഷ്ടപരിഹാരം നൽകുവാനാണ് തുക. എന്നാൽ ഇതും UDFും രമേശ് ചെന്നിത്തലയും നടപ്പാക്കി മാതൃക കാട്ടിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ തടയരുത്, സഞ്ചാര സ്വാതന്ത്ര്യം തടയരുത്, വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കരുത് എന്നിങ്ങനെ നിരവധി വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. ഇതൊക്കെ ഹർത്താലിൽ UDF നേതാക്കൾ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്. സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ അക്രമം. മാർച്ച് തടഞ്ഞ പോലീസുകാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു. സമരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെയുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജ് പ്രവേശന വിഷയം ഉന്നയിച്ചാണ് ഇന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രസ് ക്ലബിന്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഈ സമയത്ത് ഇതിലുണ്ടായിരുന്ന പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സമരപന്തലിലുണ്ടായിരുന്ന കസേരകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞ പ്രവർത്തകർ അക്രമം നടത്താൻ ഇരുമ്പ് വടികളും കരുതിയിരുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഇതിലും പിൻവാങ്ങാത്ത പ്രവർത്തകർ പോലീസിനോട് നേർക്കുനേർ നിന്ന് പോരാടി. യൂത്ത് കോൺഗ്രസ് കല്ലെറിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ടിയർ ഗ്യാസ് ശ്വസിച്ച അബോധാവസ്ഥയിലായ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യൂത്ത് കോൺഗ്രസുകാരുടെ കല്ലേറിൽ അമൃത TVയിലെ ക്യാമറയും റിപ്പോർട്ടർ TVയിലെ മൈക്കും തകർന്നിട്ടുണ്ട്. മണിക്കൂറുകളോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗതാഗതവും തടസ്സപ്പെടുത്തി. പിന്നീട് KPCC പ്രസിഡന്റ് VM സുധീരൻ സ്ഥലത്തെത്തി പ്രവർത്തകർക്കൊപ്പം റോഡിൽ കുത്തിയിരുന്ന റോഡ് ഉപരോധിച്ചു. ഒടുവിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് MLAമാരും സ്ഥലത്തെത്തി സമരക്കാരോട് സംസാരിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ അക്രമം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ഇതിനിടെ നിരാഹാര സമരം നടത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെയും വൈസ് പ്രസിഡന്റ് CR മഹേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
തമിഴ്നാടിന് കാവേരി നദിയിൽ നിന്ന് ജലം 6000 ഘനയടി വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. കർണാടകയുടെ നടപടികൾ ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്തതാണെന്ന് സുപ്രീം കോടതി. കർണാടകയെ നിശിതമായി വിമർശിച്ചാണ് ജലം നൽകാൻ ഇത്തവണ സുപ്രീം കോടതി ഉത്തരവിട്ടത്. 2 ദിവസത്തേക്ക് 6000 ക്യൂസെക്സ് ജലം തമിഴ്നാടിന് കാവേരിയിൽ നിന്ന് നൽകാൻ സുപ്രീം കോടതി കർണാടകയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ മുന്നുത്തരവുകൾ നടപ്പിലാക്കാത്ത കർണാടകയുടെ നടപടി രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് എതിരാണെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. എന്നാൽ ജലം നൽകില്ലെന്ന മുൻനിലപാടിൽ കർണാടക മാറ്റം വരുത്തി. 2 മാസത്തെ സമയം അനുവദിച്ചാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അളവിൽ ജലം നൽകാമെന്നായിരുന്നു ഇന്നത്തെ നിലപാട്. ഇക്കാര്യത്തിൽ വ്യാഴാഴ്ച തുടർവാദം കേൾക്കും. പ്രശ്നപരിഹാരത്തിന് കേന്ദ്രം ഇടപെടാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഇരു സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നത് കേന്ദ്ര സർക്കാർ ആലോചിക്കണം. ഇക്കാര്യത്തിൽ അറ്റോർണി ജനറൽ നിലപാട് അറിയിക്കണം. ഇതാദ്യമായാണ് കാവേരി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇടപെടാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ആശുപത്രിയിലാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചർച്ചയ്ക്ക് തയ്യാറായേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.